സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു അജ്മീർ പുഷ്കർ അമൃത്സർ യാത്ര നടത്തിയിരുന്നു. 2 കൊല്ലം മുമ്പ് ഒരു ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ട് രാജസ്ഥാൻ യാത്ര പോയിരുന്നെങ്കിലും അതിൽ അജ്മീറും പുഷ്കറും ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ ഡൽഹിയിൽ പോയിട്ട് അവിടെ നിന്നാണ് ഈ പറഞ്ഞ 3 സ്ഥലങ്ങളിലേക്കും പോയത്. അതിൽ പുഷ്കറിൽ പോയിട്ട് ഒരു ഒട്ടക സവാരി നടത്തിയതിൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. അജ്മീർ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 18 കിലോമീറ്ററാണ് പുഷ്കറിലേക്കുള്ള ദൂരം. ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് ഏകദേശം ഡൽഹി വരെ നീണ്ടു കിടക്കുന്ന ലോകത്തിലേക്കും തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പർവ്വതനിരയായിട്ട് കണക്കാക്കപ്പെടുന്ന ആരവല്ലി പർവ്വതനിരകളാണ് ഇടത്തുഭാഗത്ത് കാണുന്നത്. പുഷ്കർ വേലി पुष्कर वैली पुष्कर घाट പുഷ്കർ ഘാട്ടി ഇത് അജ്മീറിൽ നിന്ന് പുഷ്കറിലേക്കുള്ള വഴി ആണ്. നിറയെ ആരവല്ലി മൗണ്ടൻസിന്റെ the mountain length is the 592 kilometers from Mount Abu until New Delhi. റാണ പ്രതാപ് സിംഗിന്റെ പേരിലുള്ള ഒരു സ്മാരകമാണ് ഈ കാണുന്നത്. മുൻപത്തെ രാജസ്ഥാൻ യാത്ര ഉദയ്പൂർ തുടങ്ങിയിട്ട് പിന്നെ മൗണ്ട് അബു, ജോധ്പൂർ, ബിക്കാനീർ, ജയ്സാൽമീർ, പിന്നെ ജയ്പൂരിൽ അവസാനിച്ച് അതിൻ്റെ ഇടയിൽ നിരവധിയായിട്ടുള്ള കൊട്ടാരങ്ങളും കോട്ടകളും ഒക്കെ കണ്ടിട്ടുള്ള യാത്രയായിരുന്നു. റാണ പ്രതാപ് സിംഗിൻ്റെയും നിരവധി റാണിമാരുടെയും എല്ലാ സ്മാരകങ്ങൾ ആ യാത്രയിൽ കാണുകയുണ്ടായി. അത്യാവശ്യം നല്ല കയറ്റവും ഇറക്കവും വളവുകളും ഉള്ളതാണ് വഴി. ബ്രഹ്മാവിനെ പൂജിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ. അതിവിടെ പുഷ്കറിലെ ബ്രഹ്മക്ഷേത്രമാണ്. Shall we stop the car here now? Okay. You want to take a photo? ചുട്ട ചോളം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു സ്ത്രീ. ഇത് അജ്മീറിൽ നിന്ന് പുഷ്കറിലേക്കുള്ള വഴിയിലാണ്. ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ അതാ കാണുന്ന ആ ഒരു ജനപദം ആണ് പുഷ്കർ എന്ന് പറയുന്നത്. ഒന്ന് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു ഇതാണ്. ആരവല്ലിയുടെ ശിഖരങ്ങളാണ് കാണുന്നത്. പുഷ്കറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്രഹ്മ ടെമ്പിൾ. പുഷ്കർ മുനിസിപ്പാലിറ്റിയാണ്. വണ്ടികൾക്കൊക്കെ ടാക്സ്, എൻട്രി ടാക്സ്. Brahma Mandir, the all Tirths Guru. And only for one temple all over world. Oh yes. Original temple. പുഷ്കറിൻ്റെ ദൂരത്തു നിന്നുള്ളൊരു കാഴ്ചയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഡാം പോലെ കെട്ടിയിട്ട് അതിൻ്റെ അപ്പുറത്താണ് തടാകമാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിപ്പോൾ അത് ചെളിവെള്ളം കെട്ടിക്കെടുക്കുന്നു. ഇവിടെ നിറച്ച് പശുക്കളും കാളകളൊക്കെ കെടുക്കുന്നു. അത്രയൊക്കെ തന്നെ കാണണമല്ലോ. മൊത്തത്തിലൊരു വൃത്തിയില്ലാത്തൊരു സ്ഥലം പോലെ തോന്നുന്നത്. കാണുന്നത് സാവിത്രി ദേവിയുടെ ടെമ്പിളാണ്. അതേക്കുറിച്ച് നമ്മുടെ ഡ്രൈവർ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തന്നു. So that is the Savitri Mata temple and the right side is the Gayatri Mata temple. Oh, that Gayatri is the Mata. But the people is going to the Savitri Mata temple. Gayatri Mata. Yeah. Gayatri, Savitri, I think Brahma's wife. Brahma's two wives. Two. She is not happy with the Brahma, so that's why they're going up there. Because the Brahma sees the late. Sees the egg time is the late. So that's why she is not happy. And she will give to the Brahma shrap.
സിഖ് ഗുരുദ്വാരയാണ്. ഡ്രൈവർക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ വക ഒരു വിവരണങ്ങൾ കിട്ടിയിരുന്നു. Is the farming of the flower or like that. So that the vote there. So that today is the election. Mali Samaj election. മാലി സമാജക്കാരുടെ എന്തോ ഇലക്ഷനാണ്. അപ്പം അതിൻ്റെയാണ് ഇവിടെ തിരക്ക് കാണുന്നത്. The Mali Samaj. The special caste. So that's why the election. Who is the? പുഷ്കർ മേള നടക്കുന്ന സ്ഥലത്തു കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. എല്ലാ വർഷവും നവംബർ മാസത്തിൽ, അതായത് ഇവിടെ കാർത്തിക മാസത്തിലാണ് ഈ മഹാമേള നടക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒട്ടകച്ചന്തയാണ് ഈ സമയങ്ങളിൽ ഇവിടെ നടക്കുക. പാട്ടിൻ്റെ ട്യൂണിനനുസരിച്ച് നൃത്തം ചെയ്യുന്ന ഒട്ടകങ്ങൾക്കൊക്കെ 1,00,000 രൂപ വരെ വിലയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒട്ടകങ്ങൾ മാത്രമല്ല, മറ്റ് കന്നുകാലികൾ, വീട്ടുമൃഗങ്ങൾ, അതുപോലെ അവരുടെ ഉൽപ്പന്നങ്ങൾ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ഇരുമ്പ് പണിയായുധങ്ങൾ, അങ്ങനെ എല്ലാത്തിൻ്റെയും ക്രയവിക്രയം നടക്കുന്ന സ്ഥലമാണ് ഈ പുഷ്കർ മേള. ഇന്ത്യയുടെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ, വ്യാപാരികൾ, സഞ്ചാരികളൊക്കെ ആ സമയത്ത് പുഷ്കറിൽ എത്തും. 6,000 രൂപ ആവശ്യപ്പെട്ട ക്യാമൽ സഫാരിക്കാർ 1,500 രൂപയ്ക്ക് ഞങ്ങളെ കൊണ്ടുപോയി. മേളയുടെ സമയത്താണെങ്കിലോ 6,000 നിൽക്കില്ല റേറ്റ്. ഏതൊരു ഉത്തരേന്ത്യൻ പട്ടണവും പോലെ തന്നെ പുഷ്കറും നിറയെ ഹോട്ടലുകളും തുണിക്കടകളും അതുപോലെ കൃത്രിമമായിട്ടുള്ള ആഭരണക്കടകളും അങ്ങനെ ഒക്കെയുള്ള ഒരു സ്ഥലം. അസഹനീയമായിട്ട് തോന്നിയത് വാഹനങ്ങളുടെ ഹോണടിയാണ്. തീരെ വീതിയില്ലാത്ത റോഡും അതിൽ നിറയെ വാഹനങ്ങളും. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ മുട്ടുന്നുള്ളത് ഉറപ്പ്. ഗിരിധർ ഗോപാൽജി കമന്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പക്ഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ലോകത്തിലെ ഒരേ ഒരു ബ്രഹ്മക്ഷേത്രത്തെക്കുറിച്ചാണ്. അതുവരേക്കും ഗുഡ് ബൈ.